പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം ദുബായിലെ പ്രോപ്പർട്ടി മേഖലയിൽ എന്തൊക്കെ ചലനങ്ങളാകും സൃഷ്ടിക്കുക? പ്രോപ്പർട്ടി മേഖലയിലെ വിദഗ്ധരായ ELL പ്രോപ്പർട്ടീസിന്റെ സ്ഥാപകൻ സായി ശ്യാം സംസാരിക്കുന്നു. പ്രോപ്പർട്ടി ടോക്ക്. സായി, 1-2 ആഴ്ചയായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ ഇവിടെ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് റെൻറ്റ് കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. റെൻറ്റ് അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ പ്രൈസിൽ, ഇപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർട്ടിയുടെ പ്രൈസിലും റെൻറ്റിലും എന്തെങ്കിലും രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? ഇതിൽ റെൻറ്റ് കഴിഞ്ഞൊരു 3 വർഷമായിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 72,000 അപ്പാർട്ട്മെൻറ്റ് ഈ ലാസ്റ്റ് ഇയർ റിന്യൂ ചെയ്തത് 110,000 അല്പം 40,000 ദിർഹംസോളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ കൂടിയത് അല്പം ഡ്രോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം റെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്കൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ ആളില്ലെങ്കിൽ ഞാൻ ഏത് വിലയ്ക്കും അത് കൊടുക്കും. ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ഡിമാൻഡ് കൂടുമ്പോഴാണ് നമുക്ക്, ഇപ്പോൾ ഈ ടെനൻറ്റ് പോയാലും അടുത്ത ടെനൻറ്റ് വരും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ റെൻറ്റ് കൂട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു റെൻറ്റിനൊരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ സർക്കുലർ വരുന്നതാണ്, റെൻറ്റ് 20% കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടാൻ പാടില്ല. ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വരുവാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതെല്ലാവരും എന്താ പറയുക, ഇൻവെസ്റ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യും. അത് വരാത്തിടത്തോളം കാലം ഇത് ഞാൻ ഇപ്പം നിലവിൽ റെൻറ്റ് നമ്മൾ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ കഴിഞ്ഞൊരു മാസം സെയിം റെൻറ്റ് റിന്യൂ ചെയ്തിട്ടുണ്ട്, ആരും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ടെനൻറ്റ് പോകാന്നുള്ളൊരു രീതി തന്നെയാണ്. അപ്പോൾ പുതിയ ടെനൻറ്റ് വരുന്നുണ്ട് കേട്ടോ, പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. പക്ഷേ ഇൻ്റർനാഷണൽ ആ ഒരു ഫ്ലോ ഇല്ലാത്തതുകൊണ്ടും ടൂറിസ്റ്റ് അധികം ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഷോർട്ട് ടൈം റെൻ്റൽ ബിസിനസ് ചെയ്യുന്ന Airbnb ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ടൂറിസ്റ്റ് ആണല്ലോ അവിടെ മെയിൻ ബ്രെഡ് ആൻഡ് ബട്ടർ. അവർ വരാതാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു മാർക്കറ്റ്, ആ ഒരു ഇൻഡസ്ട്രിക്ക് 2 തരം ഇൻഡസ്ട്രിയാണ്, ലോങ് ടേം റെൻ്റലും ഷോർട്ട് ടൈം റെൻ്റലും. ലോങ് ടേം ഓക്കെയാണ്, കാരണം അവർക്ക് സെയിം റെൻറ്റ് റിന്യൂ ചെയ്ത് പോകും. ഷോർട്ട് ടൈം റെൻ്റൽ എന്ന് പറഞ്ഞാൽ Airbnb പോലുള്ള മോഡലിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് ഈ പറയുന്ന ടൂറിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ അൺസർട്ടനിറ്റി ഉണ്ട്. അത് അങ്ങനെ ആ രീതിയിൽ റൺ ചെയ്യുന്ന, ഇപ്പോൾ എനിക്കൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഞാൻ ഹോളിഡേ ഹോമായിട്ട് റൺ ചെയ്യാൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ അതിൽ റവന്യൂവിൽ ചെറിയ ഡിപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പ്രോപ്പർട്ടിയുടെ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓഫ് പ്ലാൻ പ്രൈസുകൾ ഒബ്വിയസ്ലി കൂടിയായിരുന്നു കുറച്ചധികം കഴിഞ്ഞ 4 വർഷം. റെൻറ്റ് പോലെ തന്നെ കൂടിയതാണ് പ്രൈസും. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു ഡിപ്പ് എന്ന് പറഞ്ഞ് ഡെവലപ്പേഴ്സിന് ഒരിക്കലും പ്രൈസ് കുറയ്ക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് അവർക്ക് വില കുറയ്ക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ ആദ്യം വാങ്ങിച്ചവർക്ക് ഇപ്പം ഒരു മാസം മുമ്പ് വാങ്ങിച്ചവർ എന്ത് ചെയ്യും? അപ്പോൾ അവർ ഒറ്റയടിക്ക് വില കുറയ്ക്കില്ല. അതിന് വരെ ഒരു ഓഫർ കൊടുക്കും. എന്നൊക്കെ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഈ ഓഫർ കിട്ടും, അതായത് 10% എന്ന് പറയുന്ന ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഒരു 4% DLD വേവറോ അല്ലെങ്കിൽ ഒരു കാർ ഡിസ്കൗണ്ട് കൊടുക്കുക. അങ്ങനെ പല പല ഓഫറുകൾ മാർക്കറ്റിലുണ്ടാവും. പ്രൈസ് കുറയ്ക്കാൻ അവർക്ക് പറ്റില്ല. കാരണം കുറച്ചാൽ തൊട്ട് മുമ്പ് വാങ്ങിച്ച ഇൻവെസ്റ്റേഴ്സിനെ അത് ബാധിക്കും. കാരണം അവർ വാങ്ങിച്ചതിന് വിലക്കുറവിൽ യൂണിറ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ആവും. അപ്പോൾ അതൊന്നും സംഭവിക്കില്ല. പ്രൈസ് ഡ്രോപ്പ് ആവാൻ സെക്കൻഡറിയിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് അവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇപ്പോൾ ഞാനൊരു ഇൻഡിവിജ്വൽ, എനിക്കൊരു യൂണിറ്റ് ഉണ്ട്, എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിൽക്കണ്ടേ, അപ്പോൾ ഞാൻ ചിലപ്പോൾ ഏത് വിലയ്ക്കും വിൽക്കും. അങ്ങനെയുള്ള ഡിസ്ട്രസ് ഡീൽസ് ഒക്കെ കിട്ടിയാൽ ഭാഗ്യം, അല്ലാതെ ഡെവലപ്പേഴ്സ് പ്രൈസ് കുറയ്ക്കാൻ സാധ്യതയില്ല. ഓക്കെ, താങ്ക് യു.